ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കിയാലോ? ലഡു. നമുക്ക് വീടുകളിൽ നല്ല അടിപൊളിയായിട്ട് ലഡു ഉണ്ടാക്കാം. ഒരു 100% നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ ആവില്ല, എന്നാലും നമുക്ക് ഒരു മായവും ഇല്ലാതെ ഒരു 90% നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞ കളറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ കുഴയിലാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കുഴച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കണക്കിന് എന്ത് കുഴച്ചെടുക്കേണ്ടത്. നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി നിറയാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഞാൻ ഇട്ട് കൊടുത്തു. പെട്ടെന്ന് എണ്ണയ്ക്കൊന്ന് പൊന്തി വന്നു. അപ്പോൾ നമുക്കിനി ഒഴിച്ച് കൊടുക്കാം. ഇത് ബൂന്തിത്തവി എന്നാണ് അറിയപ്പെടുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ പലഹാരങ്ങൾക്ക് കോരുന്ന അരിപ്പത്തവി ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ. ഇങ്ങനെ ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലല്ലേ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി ഇത് ഒത്തിരി മൂത്ത് പോവാതെ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് നമുക്കിത് കോരി എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു കണക്കിനായാൽ മതി. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഈ ബൂന്തിത്തവി ഒന്ന് കഴുകിയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നടുഭാഗത്തേക്ക് മാത്രമായിട്ട് ഒഴിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. ചുറ്റും ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒഴിച്ചപ്പോൾ നടുക്ക് ഇങ്ങനെ കട്ടയായിട്ട് വരുന്നുണ്ട്. ചില സമയത്ത് ഇങ്ങനെ കട്ടയായിട്ട് വരും. നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കട്ടയില്ലാണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂന്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞില്ലേ കട്ടയായിട്ട് വന്നത്. അപ്പോൾ ആ കട്ടയായിട്ട് വന്നതൊന്നും പേടിക്കേണ്ട. നമുക്കിത് എടുത്തിട്ടൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഈ കട്ട ഇല്ലെങ്കിൽ പോലും നമ്മളൊരു 1/2 കപ്പ് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കട്ടയായതൊക്കെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചിങ്ങോട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു ലെവലിലാണ് ഇത് മൂത്ത് വേണമെങ്കിൽ ഞെക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് അങ്ങോട്ട് പോകണം. നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനതിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഈ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഈ കശുവണ്ടി ഇത് നടുവേ മുറിച്ചിട്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ചേർക്കണമെന്നില്ല, ഇതിന് പകുതി ചേർത്താലും മതി. ഇനി ഇതൊന്നും ആയി വരുമ്പോൾ നമുക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. കറുത്തതാണ് ലഡുവിന് കാണാനായിട്ട് ഭംഗി. ഇല്ലെങ്കിൽ മറ്റേ മുന്തിരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് രണ്ടും മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇതേ പാത്രത്തിലേക്ക് നെയ്യിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു ആവശ്യത്തിന് മധുരമാണ് കേട്ടോ. അത്യാവശ്യം ഭയങ്കര കൂടുതൽ ലഡുവിൻ്റെ നല്ല മധുരം വേണമെങ്കിൽ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയെങ്കിലും കൂടുതൽ ചേർക്കണം. ഞാൻ അതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുകി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബൂന്തിയും കൂടി നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ കുറച്ച് പൊടിച്ചെടുത്തില്ലേ, അതും കൂടി ഒന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടിത് ആയതിനു ശേഷം നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്നൊരു 1/4 കപ്പ് എടുത്തൊന്ന് പൊടിച്ചെടുത്താലും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡ് വഴി നന്നായിട്ട് ഒരുവിധം തണുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഉണ്ട പിടിക്കുവാണ്. ഭയങ്കര ചൂടിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല, പഞ്ചസാരയാണ് നമ്മുടെ കൈ പൊള്ളിപ്പോകും. അപ്പം ഒരുവിധം ഒന്ന് നമ്മുടെ കൈക്ക് പിടിക്കാനാവുന്ന ആ ചൂട് വന്നപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുവാണ് കേട്ടോ. ഞാൻ കൈ നിറച്ചുമൊക്കെ എടുത്ത് ഉരുട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ ചെറുതായിട്ടാണ് കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിങ്ങനെ മുറുക്ക പിടിക്കണം കേട്ടോ. നമ്മളിങ്ങനെ മുറുക്ക പിടിക്കുന്നതനുസരിച്ച് നന്നായിട്ട് ഇതിങ്ങനെ മുറുകി വരും. നമ്മൾ മാവ് കലക്കുമ്പോൾ ആ കറക്റ്റ് ആയിരിക്കണം അതിന് വെള്ളത്തിൻ്റെ അളവ്. അതുപോലെ തന്നെ നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ബൂന്തി മൂത്ത് പോകരുത്, ഇങ്ങനെ കിരികിരാന്നായി പോകരുത്. ആ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കറക്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരുവിധം തണുത്തിട്ടുണ്ട്. ഞാൻ നടുക്കെന്ന് പറഞ്ഞാൽ വലിയ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ഉരുട്ട് വരുമ്പോഴത്തേനും നമ്മുടെ കൈയുടെ വലുപ്പത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും അതിങ്ങനെ ചെറുതായിട്ട് പോയി. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ആ ഒരു വലുപ്പം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ, നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര കറക്റ്റ് 100% ഒന്നും കറക്റ്റായി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഒരു മായവും ഇല്ലാതെ നമ്മുടെ പിള്ളേർക്കൊക്കെ ധൈര്യത്തോടെ കൊടുക്കാം. നല്ല പറ്റുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും കാണാം. ഓക്കെ, ബൈ.